പ്രകൃതിയോടൊപ്പമാകുമ്പോൾ ആ കലാഹൃദയം ദീപ്തമാകുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. പ്രകൃതിയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തെ കാണാൻ സാധിക്കും. ഒരു റോസാപ്പൂ നിങ്ങളെടുത്ത് അതിൻ്റെ ഓരോ ഇതളും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കതിൽ ദൈവത്തെ കാണാൻ സാധിക്കും. ഓരോ പുഷ്പത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രത്യേകമായ ഡിസൈനുകൾ, ഇതെല്ലാം തന്നെ നമ്മളുടെ കഴിവിന് അതീതമാണ്. അപ്പോൾ മനുഷ്യർക്കൊന്നും കഴിയാത്ത രീതിയിലുള്ളതായ ഒരു സംവിധാനം ഈ പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഏത് മതമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. പ്രവാചകൻ പറയുന്നു, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്. അതായത് മനുഷ്യവംശത്തിൻ്റെ ആരംഭം ആദമാണ്. ആദമാണെങ്കിൽ മണ്ണിൽ നിന്നും. അപ്പോൾ ദൈവം ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ആ ആദം നബിയുടെ പരമ്പരയാണ് ലോകത്ത് കാണുന്ന മനുഷ്യർ. അപ്പോൾ ആ നിലക്ക് നാം ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് വിഭാഗീയതയ്ക്ക് യാതൊരു സ്ഥാനമില്ല. ദരിദ്രനും അതുപോലെ ധനവാനത്തുമുള്ള വ്യത്യാസമില്ല. എല്ലാവരും മനുഷ്യനാണെന്നുള്ളതായ ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്. അത് കാരണം മനുഷ്യരെ സ്നേഹിക്കുവാനും അവർക്ക് അവരുടെ കണ്ണീരൊപ്പുവാനുള്ള പ്രചോദനം നമ്മൾ ലഭിക്കും. ഈജിപ്തിലെ പഠനം പൂർത്തിയാക്കി പരിശുദ്ധ മെക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ച ശേഷം 1966 നാട്ടിൽ തിരിച്ചെത്തി. ആ വർഷം നവംബർ 24 നിക്കാഹം കഴിഞ്ഞു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൾ ഷെരീഫ ഫാത്തിമ ബീവിയാണ് ഭാര്യ. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഖദീജ ബീവി, കുഞ്ഞു ബീവി, മുല്ല ബീവി എന്നിവർ സഹോദരങ്ങളാണ്. സുഹറ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, ഫൈറൂസ, സമീറ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവരാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഫാത്തിമ ബീവി ദമ്പതികളുടെ മക്കൾ. പോക്കു, മുജീബ്, അലവിക്ക എന്നീ മൂവർ സംഘം ശിഹാബ് തങ്ങളുടെ കർമ്മപഥത്തിലെ സഹചാരികളാണ്. പിതാവിന്റെ മരണത്തെ തുടർന്ന് 1975 സെപ്റ്റംബർ 1 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി. പാർട്ടി സ്ഥാപനങ്ങളുടെ ചുമതലയും ഏറ്റെടുത്തു. അതോടെ രാഷ്ട്രീയ സാമുദായിക തിരക്കിലേക്ക് ജീവിതം എത്തപ്പെട്ടു. വളരെ പെട്ടെന്ന് പുതിയ സാഹചര്യവുമായി ഇണങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്വമായ തീരുമാനങ്ങൾ മൂലം അദ്ദേഹം പരക്കെ അംഗീകരിക്കപ്പെട്ടു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, സീതി സാഹിബ്, പോക്കർ സാഹിബ്, ഉപ്പി സാഹിബ്, പൂക്കോയ തങ്ങൾ, CH മുഹമ്മദ് കോയ തുടങ്ങിയവരുടെ നേതൃപാടവം കൊണ്ട് പടുത്തുയർത്തിയ മുസ്ലിം ലീഗിന്റെ ശക്തി ശിഹാബ് തങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. രാഷ്ട്രീയത്തിൽ മടിച്ചെത്തിയ അദ്ദേഹം കുറച്ചുകാലം കൊണ്ട് അനുയായികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച് അനിഷേധ്യ നേതാവായി. ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് ശിഹാബ് തങ്ങളുടെ നേതൃത്വമുണ്ടാക്കിയ ഗുണപരമായ മാറ്റം അധികം ആരും ഒരുപക്ഷെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുകയില്ല. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ 25 വർഷമൊന്നും പറഞ്ഞില്ല, മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ സ്ഥിതിവിശേഷവും ഇന്നും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുക. സ്വാഭാവികമായും ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ മാറ്റത്തിൽ മുസ്ലിം സമുദായത്തിനും വിദ്യാഭ്യാസപരമായ ഒരു നോളജ് എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനുള്ള ഗുണപരമായ മാറ്റം എന്താ? വനിതാ വിദ്യാഭ്യാസം.
മതവിദ്യാഭ്യാസം നിർബന്ധമാണ്. പക്ഷെ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ ആ പ്രാധാന്യം മതവിദ്യാഭ്യാസത്തിന്റെയും മതവിജ്ഞാനത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അത് സമുദായത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിൽ വളരെ നിശബ്ദമായ ഒരു സേവനമാണ് ശിഹാബ് തങ്ങൾ നടത്തിയത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ബഹുമാനായ ശിഹാബ് തങ്ങൾ ശരിക്കും പറഞ്ഞാൽ പട്ടുപോലത്തെ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ലീഡർഷിപ്പ് ഏറ്റെടുത്ത കാലം നോക്കൂ, അഭ്യസ്ത വിദ്യരായ ആളുകൾ അത്ര അധികമില്ല. അപ്പോഴാണ് അദ്ദേഹം മുസ്ലിം ലീഗിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അദ്ദേഹം വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള്. അദ്ദേഹം വിദേശത്ത് പോയി ഡിഗ്രി എടുത്തിട്ടുള്ള ആള്, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ല അവഗാഹം ഉള്ള ആള്. ഉറുദു, അറബിക്, ഇംഗ്ലീഷ് തുടങ്ങി ഏത് ഭാഷയും അദ്ദേഹത്തിന് വഴങ്ങും. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. കേരളത്തിൽ മാത്രമല്ലല്ലോ, ശിഹാബ് തങ്ങളെ കുറിച്ച് അറിയാത്ത ആരുണ്ട് ഇന്ന് ദേശീയ തലത്തിൽ? ഡൽഹിയിലൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ അനുയായികൾ അവർ അച്ചടക്കമുള്ള അനുയായികളാണ്. ഈ സംഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് കാരണം വിഷമമൊന്നും ഇല്ലാതെ കണ്ട് പ്രശ്നം പരിഹരിക്കുവാനും രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകാനും പാർട്ടി വളർത്തിയെടുക്കാനും സാധിച്ചു. സാമൂഹ്യ രംഗത്ത് ഇനിയും പല സേവനങ്ങൾ ചെയ്യുവാനുണ്ട്. അങ്ങനെ സമൂഹത്തിലെ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നേതാക്കളുടെ ഭാഗത്തും അനുയായികളുടെ ഭാഗത്തുമുള്ളതായ ആ സമ്പ്രദായം അതൊരിക്കലും തന്നെ പാർട്ടി ഗുണകരമല്ല. അപ്പോൾ നമ്മുടെ ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതായ പാവപ്പെട്ട ആളുകളുണ്ട്, അടിത്തട്ടിലുള്ള ആളുകളുണ്ട്. അവരുള്ളതായ ആ ബന്ധവും ആ സമൂഹത്തിൻ്റെ ഉന്നതിക്കുള്ള പ്രവർത്തനവും ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുള്ളൂ. അതല്ലാതെ സമൂഹത്തെ വിട്ടുകൊണ്ടുള്ളതായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇനി ഭാവിയില്ല. പ്രത്യേകിച്ചും ഇന്ന് എല്ലാ പാർട്ടിയും കാണുന്ന പാർലമെൻ്ററി വ്യാമോഹം, അതും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു ശരിയായ സ്വഭാവമല്ല. അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കുക, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ പിൽക്കാലത്ത് മാതൃകയായ UDF മുന്നണി സംവിധാനത്തിന്റെ മുഖ്യ സംവിധായകരിൽ ഒരാളാണ് ശിഹാബ് തങ്ങൾ. മുന്നണിയിലെ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും തന്റെ സൗമ്യ സാന്നിധ്യം കൊണ്ട് തന്നെ പരിഹരിക്കുന്ന സമുന്നത നേതാവാണ് അദ്ദേഹം. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളായ മുസ്ലിങ്ങളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും നേതൃത്വം നൽകുന്നതിൽ ബദ്ധശ്രദ്ധനാണ് അദ്ദേഹം. ഓരോ വേദിയിലും മതസൗഹാർദ്ദത്തിന്റെയും തീവ്രവാദ വിരുദ്ധതയുടെയും ദീപശിഖകൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യനും എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. ആ സമൂഹമായി സൗഹൃദം ജീവിച്ചുകൊണ്ട് മാത്രമേ ഈ സമുദായത്തിന്റെ അവകാശം നേടിക്കാൻ സാധ്യമായുള്ളൂ. അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ വർഗീയതയും മതപരിഭാവിതയും തീവ്രവാദമൊന്നും തന്നെ മുസ്ലിം അംഗീകരിക്കുന്നില്ല. ഇവിടെ തീവ്രവാദം കൊണ്ട് ഒരു നേട്ടവും നാട്ടിലുണ്ടാകുന്നില്ല, സമൂഹത്തിലുണ്ടാകുന്നില്ല. നാട്ടിനും സമൂഹത്തിനും നാശമാണ് അതുണ്ടായിട്ടുള്ളത്. തിരക്കേറിയ രാഷ്ട്രീയ സാമുദായിക പ്രവർത്തനങ്ങൾക്കിടയിലും സാഹിത്യാഭിരുചിയും രചനാ വൈഭവവും പ്രകടമാക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. 2007 SK പൊറ്റക്കാട് സാഹിത്യ അവാർഡ് അദ്ദേഹത്തിന്റെ മതം, സമൂഹം, സംസ്കാരം എന്ന ലേഖന സമാഹാരത്തിനായിരുന്നു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ AK ആന്റണി പുരസ്കാര സമർപ്പണം നടത്തി. വിദ്വേഷത്തിന്റെയും കലഹത്തിന്റെയും നാളുകളിൽ സ്നേഹത്തിന്റെയും സമവായത്തിന്റെയും പ്രകാശം ചൊരിഞ്ഞ് ശിഹാബ് തങ്ങൾ കർമ്മവീഥിയിൽ യാത്ര തുടരുന്നു. ഈ പ്രകാശവീഥിയിലൂടെ മക്കളായ ബഷീർ അലി ശിഹാബ് തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും അനുയാത്ര ചെയ്യുന്നു. രാഷ്ട്രീയവും സാമുദായികവുമായ തിരക്കുകളുടെ യാത്രയ്ക്കൊപ്പം ആത്മീയ യാത്രയും ശിഹാബ് തങ്ങൾ നടത്തുന്നു. എപ്പോഴും ആ ഹൃദയം അള്ളാഹുവിന്റെ വചനത്തിലും കാരുണ്യത്തിലും ഉൾച്ചേർന്നു നിൽക്കുന്നു.
മനുഷ്യർ തമ്മിലുള്ള ആ ബന്ധം അകന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം മനുഷ്യൻ തമ്മിൽ സ്നേഹത്തിന് പകരം വിദ്വേഷവും അതുവരെ മനുഷ്യർ തമ്മിലുള്ളതായ അക്രമങ്ങളും വർദ്ധിച്ചു പോകാൻ പ്രധാനമായ കാരണം അതാണ്. അപ്പോൾ ഈ അവസ്ഥ മാറ്റുവാൻ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മിക ബോധം, മതബോധം വളർത്തുന്നത് അനിവാര്യമാണ്. اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اجعل خير الاسلام وتفناك البلاء والرعداء